Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 5th സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ BCom 5th സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് നടക്കാൻ പോകുന്നത്, ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ്. ഓൾറെഡി നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻസ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ ചോദ്യങ്ങളാണ് എക്സാമിന് ഇപ്പോൾ വരുന്നത്. സോ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും ഒന്ന് പാസ്സാകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. 5th കഴിഞ്ഞാൽ ഉടനെ തന്നെ 6th ക്ലാസ്സസ് നമ്മൾ ആരംഭിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുമ്പോൾ ആദ്യം ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടി നൽകാണ്. തിയറി മാത്രം പഠിച്ചാൽ പാസ്സാകാൻ സാധിക്കുമോ? സോ നിങ്ങളുടെ ഇത് പറയാനുള്ളത്, ഒരു പ്രോബ്ലം സബ്ജക്റ്റ് ആണ് നമ്മുടെ വരുന്നത്. എങ്കിലും നമ്മുടെ തിയറി പോർഷൻസ് എന്ന് പറയുന്നത് പാർട്ട് എയിൽ 15 ചോദ്യങ്ങൾ. ആ 15 ചോദ്യങ്ങളിൽ മെജോറിറ്റി നമുക്കറിയാം തിയറിയാണ്. ദെൻ പാർട്ട് ബിയിൽ ഒരു 3 തിയറി ചോദ്യം വരും. ദെൻ എസ്സേക്ക് ഒരെണ്ണം. അപ്പോൾ ഇന്റേണലും എക്സ്റ്റേണലും കൂടി നമുക്ക് 35% പാസ് മാർക്ക് മതി. അപ്പോൾ തിയറി മാത്രം പഠിച്ചു പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പഠിക്കുന്ന തിയറി അറിയാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇൻകം ടാക്സിന്റെ പ്രത്യേകത എന്താ? പഠിക്കുന്ന തിയറി അതിന്റെ ആപ്ലിക്കേഷനാണ് പ്രോബ്ലം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയറിയെയും പ്രോബ്ലത്തിനെയും മാറ്റി നിർത്തിയിട്ടുള്ള ഒരു പരിപാടി ഇൻകം ടാക്സിലില്ല. അപ്പോൾ വെറുതെ തിയറി നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു പോയി എക്സാം പാസ്സാക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ശരിക്കും പറഞ്ഞാൽ അർത്ഥമില്ല. കാരണം നമുക്ക് മാർക്കറ്റിംഗ് പഠിക്കണ പോലെ HRM പഠിക്കണ പോലെ വെറുതെ ടാക്സ് ലോ ബൈ ഹാർട്ട് പഠിച്ചു പോയി പ്രസന്റ് ചെയ്യാന്ന് പറയണത് നടക്കണ കാര്യമല്ല. കൺസെപ്റ്റ് മനസ്സിലാക്കി പോകണം. നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് അറിയാമെങ്കിൽ തിയറിയും ആൻസർ ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ പ്രോബ്ലം പറ്റും. ഇപ്പൊ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ തിയറി അറിയാവുന്ന കുട്ടി അതിന്റെ തിയറിയും എഴുതാൻ പറ്റും, പ്രോബ്ലം വന്നാലും കിട്ടും എന്ന് പറയണ പോലെ തന്നെ. ഓക്കെ, അപ്പൊ ഒരുപാട് പേര് ഈ ലാസ്റ്റ് മൊമെന്റ് തിയറി മാത്രം ബൈ ഹാർട്ട് പഠിച്ചു പോയ പോലെ നടക്കുമെന്നുള്ള ചോദിച്ചു. സോ അതിനുള്ള മറുപടിയാണ് ആദ്യം തന്നെ നൽകിയത്. ഇനി നമ്മുടെ എപ്പോഴും പറയുന്ന ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികളും പാസ്സാകാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസിലോട്ട് കിടക്കാം. സോ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് പാസ്സാകാൻ 35 മാർക്ക് മതി 100. സോ ടോട്ടൽ 20 ഇന്റേണലും 80 മാർക്സ് ആണ് എക്സ്റ്റേണൽ എഴുതേണ്ടത്. സോ 20 ഒരു 10 മാർക്ക് ഇന്റേണലിൽ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അത് MCQ വഴി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും റെഗുലർ സ്റ്റുഡൻസിനെ അവരുടെ ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നു. ബാലൻസ് ഒരു 25നേക്കാൾ മേലെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് മേടിക്കാൻ സാധിക്കും. അതാണ് നമ്മളെപ്പോഴും 2 പാർട്ടിലോട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ തലൂസും പറയാറ്. 2 പാർട്ട്, എസ്പെഷ്യലി പാർട്ട് എയും പാർട്ട് സിയും അല്ലേ. സോ പാർട്ട് എയില് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മെജോറിറ്റി തിയറി ചോദ്യങ്ങളാണ് വരാ. നമ്മൾ പറഞ്ഞിട്ടുള്ള തിയറി ചോദ്യങ്ങൾ മാത്രമാണ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരാറ്. സോ അതിൽ ഇവിടെ ഇൻകം ടാക്സിന്റെ കേസിലോട്ട് പോണ സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. നമ്മൾ ഓൾറെഡി 2 മാർക്സിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാം. അതിൽ പറഞ്ഞിട്ടുള്ള അതേ ചോദ്യങ്ങൾ തന്നെയായിരിക്കും നാളത്തെ എക്സാമിന് വരാം. എസ്പെഷ്യലി ഫസ്റ്റ് SSC ആരാണ്, SSC ഇൻ ഡിഫോൾട്ട്, ഡീംഡ് SSC, റെപ്രസെന്റേറ്റീവ് SSC, അസസ്മെന്റ് ഇയർ, പ്രീവിയസ് ഇയർ, ദെൻ എക്സംഷൻസ് ടു ദി ജനറൽ റൂൾ ഓഫ് പ്രീവിയസ് ഇയർ, ദെൻ അതുപോലെ തന്നെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്താണ്, ടോട്ടൽ ഇൻകം എന്താണ്, കാഷ്വൽ ഇൻകം എന്താണ്, ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ ബേസിക് ആയിട്ട്. പിന്നെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ ആരാണ് റെസിഡന്റ്, ഓർഡിനറി റെസിഡന്റ്, ഡീംഡ് റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റ്, നോൺ റെസിഡന്റ്, റിപ്പീറ്റ് ആയിട്ട് വരാറുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ ഫസ്റ്റ് ബേസിക്സിൽ നിന്ന്. ദെൻ അതിനുശേഷം ഏറ്റവും കൂടുതൽ HP-യിൽ നിന്ന് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ, അതിൽ ഫെയർ റെന്റൽ വാല്യൂ, മുനിസിപ്പൽ റെന്റൽ വാല്യൂ, എക്സ്പെക്ട് റെന്റൽ വാല്യൂ, ഗ്രോസ് ആനുവൽ വാല്യൂ, ആക്ച്വൽ റെന്റൽ വാല്യൂ, ഇതൊക്കെ എന്താണ്, അൺറിയലൈസ്ഡ് റെന്റ് എന്താണ്,
അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടുവരാറുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ ട്രീറ്റ്മെന്റ് എന്താണ്, ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ ഫോമാറ്റ് പഠിച്ചാൽ തന്നെ ഏതെങ്കിലും 1-2 ചോദ്യങ്ങൾ HP-യിൽ നിന്ന് ലഭിക്കും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിനിലോട്ട് വരാണെങ്കിൽ ക്യാപിറ്റൽ അസെറ്റ് എന്താണ്, ദെൻ ലോങ് ടൈം ക്യാപിറ്റൽ അസെറ്റ് എന്താണ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസെറ്റ് എന്താണ്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്താണ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്താണ്, ട്രാൻസ്ഫർ എന്താണ്, കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്താണ്, ഇൻഡെക്സേഷൻ കൺസെപ്റ്റ്, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എന്താണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം 2 മാർക്സിൻ്റെ മിക്ക പേപ്പറിലും വരാറുള്ളതാണ്. നിർബന്ധമായും ഈ പറഞ്ഞ ചോദ്യങ്ങൾ നോക്കാം. ദെൻ PGBPയുടെ ഏരിയയിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ ബ്ലോക്ക് ഓഫ് അസറ്റ്സ് എന്താണ്, അഡീഷണൽ ഡിപ്രീസിയേഷൻ്റെ കൺസെപ്റ്റ്, അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്താണ്, 2 മാർക്സിൽ മിക്ക പേപ്പറിലും വരാറുള്ളതാണ്. മനസ്സിലാവുണ്ടോ? ഇനി നമ്മൾ അതർ സോഴ്സിൻ്റെ ഏരിയയിലോട്ട് വരാണെങ്കിൽ മിക്ക പേപ്പറിലും ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്താണ്, ഗിഫ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ടാക്സ് ഫ്രീ സെക്യൂരിറ്റീസിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ പറ്റിയിട്ട്, പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സസിൽ വരുന്ന കുറച്ച് ഐറ്റംസിനെ മെൻഷൻ ചെയ്ത് പഠിക്കുക. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെഡ്, ഫസ്റ്റ് ഹെഡ് ഞാനത് അവസാനം വെച്ചു എന്ന് മാത്രം. അതിൽ ഇൻകം ഫ്രം സാലറി, ഗ്രോസ് സാലറി, അതുപോലെ തന്നെ അലവൻസസ് എന്താണ്, പെർക്വിസിറ്റ് എന്താണ്, HR എന്താണ്, അതുപോലെ തന്നെ റെന്റ് ഫ്രീ അക്കോമഡേഷൻ അതെന്താണ്. ദെൻ മിക്ക പേപ്പറിലും ഏതെങ്കിലും 1-2 അലവൻസസിനെ പറ്റിയിട്ട്, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ്, അങ്ങനത്തെ ഏതെങ്കിലും അലവൻസിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്ത് ചോദിക്കാറുണ്ട്. സ്മോൾ കാറ്, ലാർജ് കാർ ട്രീറ്റ്മെൻറ്റ്, സ്പെസിഫൈഡ് എംപ്ലോയി ആരാണ്, PF-ന്റെ ട്രീറ്റ്മെൻറ്റ്, RPF, URPF, PF, അപ്പോൾ അങ്ങനെ PF-നെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു തിയറി. ദെൻ ഗ്രാറ്റുവിറ്റി എന്താണ്, പെൻഷൻ എന്താണ്, കമ്മ്യൂട്ടഡ് പെൻഷൻ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ചോദ്യങ്ങൾ 2 മാർക്സിൻ്റെ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു 5-6 കിട്ടാൻ, ഇപ്പം ഞാൻ മാക്സിമം പറഞ്ഞിട്ടുള്ളൊരു 10-15 ചോദ്യങ്ങളാണ്. ഈ 10-15 ചോദ്യങ്ങൾ പഠിക്കാൻ അധികം സമയം വേണ്ട. ഇതിൽ നിന്ന് നമുക്കൊരു 5-6 കിട്ടിയാൽ മതി. അപ്പോൾ തന്നെ ഒരു 10-12 മാർക്കായി. ദെൻ essay എന്ന് പറയുന്നത് മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് ഒരു 3 പ്രോബ്ലവും പിന്നെ ഒരു തിയറിയാണ് വരാറ്. അതിൽ പ്രോബ്ലം വരുന്നത് ഒരെണ്ണം സാലറി, ദെൻ ഇപ്പോൾ മിക്ക പേപ്പറിലും HP, ക്യാപിറ്റൽ ഗെയിൻ, അതുപോലെ തന്നെ PGBP, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, 3 ഏതെങ്കിലും 2 അങ്ങനെയാണ്. അപ്പോൾ മിക്ക പേപ്പറിലും സാലറി കമ്പൽസറി ആയിട്ട് ഇടാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് HP-യിൽ നിന്നൊരു പ്രോബ്ലം, ദെൻ ക്യാപിറ്റൽ ഗെയിനോ ഇൻകം ഫ്രം അതർ സോഴ്സ്, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇതിലേതെങ്കിലും ഒരെണ്ണം. അങ്ങനെ ഒരു 3 പ്രോബ്ലം തിയറി. അത് ചില സമയത്ത് ഏതെങ്കിലും ഒരു 10 എക്സംപ്റ്റഡ് ഇൻകം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ളൊരു തിയറി, അങ്ങനത്തെ വേണമെങ്കിൽ വരാം. ബേസിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു തിയറി ചോദ്യം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പെർക്വിസിറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടോ എലവൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെയാവാം. അപ്പോൾ അങ്ങനെ ഒരു തിയറി ചോദ്യം, ബാക്കി 3 പ്രോബ്ലം. അപ്പോൾ ഇങ്ങനെ നമുക്കറിയുന്ന പോലെ നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് മൊമെന്റിൽ പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് HP-യും ക്യാപിറ്റൽ ഗെയിനുമാണ്, അല്ലെങ്കിൽ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾക്ക് 2 പ്രോബ്ലംസ് എഴുതി ഈ പറയുന്ന essay ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഏറ്റവും ചെറിയ ചാപ്റ്റേഴ്സാണ് ക്യാപിറ്റൽ ഗെയിനും HP എന്നൊക്കെ പറയുന്നത്. കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കത് അവസാനിപ്പിക്കാൻ പറ്റും. അപ്പോൾ 2 essay കിട്ടി. അപ്പോൾ ഈസി ആയിട്ട് നമ്മുടെ പാർട്ട് Aയും Cയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 25 അതിനേക്കാൾ കൂടുതൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് പാർട്ട് Bയിലും വരാം. അതിലും 5 പ്രോബ്ലംസ് 3 തിയറി, സാധാരണ അങ്ങനെയാണ് കണ്ടുവരാറ്. റെസിഡൻസ് സ്റ്റാറ്റസിൻ്റെ പ്രോബ്ലം, ഗ്രാറ്റുവിറ്റിയുടെ പ്രോബ്ലം, റേഡിയോ, അതുപോലെ തന്നെ റെന്റ് ഫ്രീ അക്കോമഡേഷൻ്റെ പ്രോബ്ലം, HP-യിൽ നിന്ന് ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം, ക്യാപിറ്റൽ ഗെയിനിൽ നിന്നൊരു പ്രോബ്ലം, ഇതൊക്കെയാണ് മിക്ക. പിന്നെ അഡീഷണൽ ഡിപ്രീസിയേഷൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോബ്ലം, ഇതൊക്കെയാണ് മിക്ക പേപ്പറിലും പ്രോബ്ലം ആയിട്ട് 4 മാർക്കിൻ്റെ കണ്ടുവരാറ്. അപ്പോൾ ഈ രീതിയിലൊരു അപ്രോച്ച് നിങ്ങൾ നടത്തുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ 2 മാർക്സിൻ്റെയും അതുപോലെ തന്നെ essay മാത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും ഈസി ആയിട്ട് പാസ്സാക്കാൻ സാധിക്കും. ഓക്കെ, ദെൻ ഫുൾ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക, ഒരൊറ്റ ചോദ്യം പോലും വിടരുത്, ഫുൾ ടൈം എക്സാം കൊണ്ട് സ്പെൻഡ് ചെയ്യുക. എങ്കിൽ പുഷ്പം പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പ്രോബ്ലം പേപ്പർ നിങ്ങൾക്ക് പാസ്സാക്കാൻ സാധിക്കും. ഓൾറെഡി ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ പഠിച്ച്
കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഹൈ സ്കോറിലോട്ട് എത്തിച്ചേരാനും സാധിക്കും കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സിൻ്റെ ഡീറ്റെയിൽസ്. ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിലോട്ടൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുക. സോ എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക. നാളെ എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.